നമസ്കാരം, ഇടി മലയാളത്തിലേക്ക് സ്വാഗതം. ബിസിനസ് ലോകത്ത് ജയപരാജയങ്ങൾ പുത്തരിയല്ല. കൃത്യമായി ചുവടുകൾ വെച്ച് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതും എന്നാൽ പിന്നീട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതും സാക്ഷ്യം വഹിച്ച നിരവധി കമ്പനികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പറഞ്ഞു പഴകിയ പല ഉൽപ്പന്നങ്ങളും അത്തരത്തിൽ പതിയെ മാഞ്ഞു പോയത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികളുടെ തിരിച്ചുവരവ് പ്രത്യേകം ശ്രദ്ധയാകർഷിക്കും. ഒരുപക്ഷെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത കോടീശ്വരന്മാരുടെ വിജയകഥയേക്കാൾ തകർച്ചയിൽ നിന്ന് ശക്തമായി തിരിച്ചുവരുന്നവരുടെ കഥയായിരിക്കും നമുക്ക് കൂടുതൽ പ്രചോദനമാകുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ബിസിനസ് ലോകത്ത് ചർച്ചയാകുന്ന അനിൽ അംബാനിയുടെ കഥയും പ്രശംസനീയമാണ്. ഒരിക്കൽ പാപ്പരായ അദ്ദേഹം പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളിലാണ്. മകനോടൊപ്പം ധാരാളം നടപടികളാണ് ഇതിനായി അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ വിപണിയിലും അതിനാൽ തന്നെ ഓഹരികളിൽ നല്ലൊരു കുതിച്ചുചാട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. അനിൽ അംബാനിയുടെ ഓഹരികൾക്ക് വലിയൊരു മുന്നേറ്റമാണ് അല്ലെങ്കിൽ വലിയൊരു സ്വീകാര്യതയാണ് നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞൊരു 3 മാസത്തെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള റാലി നമുക്ക് ഈ ഓഹരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അനലിസ്റ്റുകൾ SWOT അനാലിസിസ് നടത്തുമ്പോൾ അവരുടെ സ്ട്രെങ്ത് പരിശോധിക്കുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു മൊമെന്റം അല്ലെങ്കിൽ ഒരു അടിത്തറ പാകാൻ വേണ്ടിയിട്ട് കമ്പനികൾക്ക് സാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വിപണിയിലും കുതിക്കുന്ന ഓഹരികൾ 52 ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് ഈ അടുത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നതെന്നും കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും കമ്പനികളെ സംബന്ധിച്ച് ഒരു പോസിറ്റിവിറ്റി നമുക്ക് പറയാൻ സാധിക്കുന്നത് ലാഭക്ഷമതയിൽ ഉണ്ടാകുന്ന ഒരു മുന്നേറ്റം തന്നെയാണ്. അതോടൊപ്പം തന്നെ സീറോ പ്ലഡ്ജ് അടക്കമുള്ള ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് നോക്കുന്ന സമയത്തും ഫൈനാൻഷ്യലി സ്ട്രോങ് ആകുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടി നമുക്ക് SWOT അനാലിസിസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല നിലവിൽ സൂചിപ്പിച്ച പോലെ തന്നെ നിക്ഷേപകർക്കിടയിൽ ഈ ഒരു ഓഹരികളിൽ ഒരു കോൺഫിഡൻസ് ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്കും മാറുന്നുണ്ട്. ഏതായാലും കമ്പനികളുടെ ആ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസും അതോടൊപ്പം അവരുടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. റിലയൻസ് പവർ തന്നെയാണ് അതിൽ ആദ്യം. കഴിഞ്ഞ 3 മാസത്തിനിടെ 107% ഒരു റാലി ഈ ഒരു ഓഹരി നടത്തിയിട്ടുണ്ട്. 34 രൂപയിൽ നിന്നും 70 രൂപയിലേക്കുള്ള ഒരു റാലിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 52 ആഴ്ചയിൽ ഉയർന്ന നിലയായ 76 രൂപയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും ഓഹരിക്ക് സാധിച്ചിരുന്നു. നിലവിൽ 65 രൂപയുടെ മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത്. കമ്പനിയുടെ പ്രധാനപ്പെട്ട സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ആനുവൽ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുമ്പോൾ ശക്തമായിട്ട് തുടരുന്നുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സെക്ടർ പ്രോഫിറ്റ് ഗ്രോത്തിനേക്കാളും ഉയർന്നതായി നിലനിൽക്കാൻ വേണ്ടി കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെറ്റ് പ്രോഫിറ്റും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ നോക്കുമ്പോഴും ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇത് പ്രോഫിറ്റ് മാർജിനും വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റും പ്രോഫിറ്റ് മാർജിനും ഒത്ത് ഇയർ ഓൺ ഇയർ ബേസിസിൽ വർദ്ധിക്കുന്നു എന്ന് നമുക്ക് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല വരുമാനവും കഴിഞ്ഞൊരു 2 ക്വാർട്ടേഴ്സ് നമ്മൾ അതിൻ്റെ വരുമാനം പരിശോധിക്കുമ്പോഴും വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഒപ്പം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ പ്രൊമോട്ടർ പ്ലെഡ്ജ് 0 ആയിട്ടാണ് ഇവിടെ അല്ലെങ്കിൽ തുടരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇനി റിസൾട്ടുകളുടെ പരിശോധിക്കുന്ന സമയത്തും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നല്ലൊരു വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് ഓപ്പറേറ്റിംഗ് മാർജിൻ ഇയർ ഓൺ ഇയർ ബേസിസിൽ വർദ്ധിക്കുന്നതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. റിലയൻസ് പവർ അതിനാൽ തന്നെ ഒരു ശക്തി ആർജിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. നമുക്ക് ഓഹരി വിപണിയിലും അതിൻ്റെ റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറാണ് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി. കഴിഞ്ഞൊരു 3 മാസത്തിനിടയിൽ ഏകദേശം 79% റാലി നമുക്ക് സ്റ്റോക്കിൽ കണ്ടിരുന്നു. 221 രൂപയിൽ നിന്നും 396 രൂപയിലേക്ക് എത്തിയിരുന്നു. 52 ആഴ്ചയിലെ ഉയർന്ന നിലയായ 421 രൂപ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 3 മാസ കാലയളവിനുള്ളിൽ സാധിച്ചിട്ടുണ്ട്. നിലവിൽ 375 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രെങ്ത് പരിശോധിക്കുകയാണെങ്കിൽ അഫോർഡബിൾ സ്റ്റോക്ക് ആണെന്നതോടൊപ്പം തന്നെ ഉയർന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. മൊമെൻറ്റം ഉയർന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഏർണിങ്സ് പെർ ഷെയറിൻ്റെ വളർച്ച പരിശോധിക്കുമ്പോഴും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ശക്തമായിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നു. മാത്രമല്ല ലോസ് രേഖപ്പെടുത്തിയിരുന്ന കമ്പനി പ്രോഫിറ്റിലേക്ക് മാറിയിട്ടുണ്ടെന്ന് കാണാം. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിൽ നോക്കുമ്പോൾ ലോസ് രേഖപ്പെടുത്തിയിരുന്ന കമ്പനി ഇപ്പോൾ പ്രോഫിറ്റിലേക്ക് മാറിയിരിക്കുന്നു. അതൊരു ടേൺ അറൗണ്ട് സ്റ്റോറി തന്നെയാണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ ഒരു വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. പ്രോഫിറ്റ് മാർജിനും മെച്ചപ്പെട്ട് വളർന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഡെപ്റ്റ് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അവരുടെ ക്യാഷ് ഫ്ലോ പരിശോധിക്കുമ്പോൾ അത് ഇംപ്രൂവ് ചെയ്തതായിട്ടും നമുക്ക് കാണാം. മാത്രമല്ല പ്രതിവർഷത്തിൽ അവരുടെ ലാഭവും കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ വളരെയധികം മെച്ചപ്പെട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ച് 0 പ്രൊമോട്ടർ പ്ലഡ്ജ് തന്നെയാണുള്ളത്. മാത്രമല്ല റിലയൻസ് ഡിഫൻസ് ഇവരുടെ അനുബന്ധ സ്ഥാപനമാണ്. പ്രതിരോധ മേഖലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിലയൻസ് ഇൻഫ്ര ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്
പ്രത്യേകിച്ചും ഒരു മുന്നേറ്റം കമ്പനിക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു റിലയൻസ് ഡിഫൻസിന് ധാരാളം കരാറുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ജർമ്മൻ കമ്പനിയുമായിട്ട് ഇന്ത്യയുടെ പ്രതിരോധ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഡീലാണ് ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടത്. സോ ഡിഫൻസ് മേഖലയിലുള്ള ചുവടുവയ്പും ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് വലിയ തോതിലൊരു മൊമെൻറ്റം നൽകും, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ നൽകുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇനി റിലയൻസ് ഹോം ഫിനാൻസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. കമ്പനിയെ സംബന്ധിച്ച് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 143% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റോക്ക് കണ്ടാൽ അറിയാം, 3 രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ 8 രൂപ എന്നൊരു റേഞ്ചിലോട്ട് എത്താൻ വേണ്ടി സാധിച്ചിരുന്നു. നിലവിൽ 7 രൂപ എന്നൊരു ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 52 ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. SWOT അനാലിസിസ് നോക്കുമ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ ഉയർന്നു വരുന്നതായിട്ട് കാണാം. ഓപ്പറേറ്റിംഗ് പ്രവർത്തനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏർണിംഗ്സ് പെർ ഷെയറും ശക്തമായിട്ട് തന്നെ തുടരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ആനുവൽ പ്രോഫിറ്റ് ഗ്രോത്ത് പരിശോധിക്കുമ്പോഴും സെക്ടർ പ്രോഫിറ്റ് ഗ്രോത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്നു തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രൊമോട്ടർ പ്ലഡ്ജ് 0 ആയിട്ടാണ് തുടരുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തന്നെ 20% റാലി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള ഒരു റിക്കവറി ആണ് കമ്പനി ഇപ്പോൾ ഈ റീസെൻ്റ്ലി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രി പ്രൈസ് ചേഞ്ച് വെച്ച് നോക്കുമ്പോൾ തന്നെ സ്റ്റോക്ക് ഒരു ഔട്ട് പെർഫോമൻസ് ഈ ഒരു ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു നല്ലൊരു റാലി കഴിഞ്ഞ 3 മാസത്തിനിടയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഫണ്ടമെന്റൽസ് നോക്കുന്ന സമയത്തും അനലിസ്റ്റുകൾ പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനികൾക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. വരും ക്വാർട്ടേഴ്സിലെ പെർഫോമൻസ് ഒക്കെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്കിത് കൂടുതൽ ഉറപ്പിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പഠിക്കുക, ഈ ഒരു ബേസ് എത്രത്തോളം അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഗ്രോത്ത് എത്രത്തോളം അവർക്ക് നിലനിർത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ്. എന്നതിന് ശേഷം മാത്രം നമുക്ക് നിക്ഷേപത്തിനായി പരിഗണിക്കാവുന്നതാണ്.